പ്രിയ കുട്ടികളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് USSന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സയൻസ് മധ്യകാല ഇന്ത്യ പാർട്ട് 2. പാർട്ട് 1 നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുക. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പാർട്ട് 2 നൽകുന്നത്. മക്കൾ അത് കണ്ട് നന്നായിട്ട് പഠിക്കണേ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ഡവർണിയർ. അക്ബർ നിർമ്മിച്ച തലസ്ഥാനം ഏത്? ഫത്തേപൂർ സിക്രി. അക്ബർ ജസിയ നിർത്തലാക്കിയ വർഷമേത്? 1564. ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയാണ്? അക്ബർ. അക്ബർ ചക്രവർത്തി ഏത് വർഷമാണ് ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത്? 1582. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത്? അക്ബറിൻ്റെ. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആര്? അക്ബർ. അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച വർഷമേത്? 1575. അക്ബർ പണി കഴിപ്പിച്ച ഇബാദത്ത് ഖാന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിവിധ മതസ്ഥരുടെ ചർച്ചകൾ നടത്തുന്നതുമായി. അക്ബർ രൂപം കൊടുത്ത മതം ഏത് പേരിൽ അറിയപ്പെടുന്നു? ദിൻ ഇലാഹി. ദിൻ ഇലാഹിയുടെ കാതൽ എന്തായിരുന്നു? എല്ലാവർക്കും സമാധാനം. അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായം അറിയപ്പെടുന്ന പേര്? മാൻസബ്ദാരി. മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കുതിരപ്പടയാളികളുടെ എണ്ണം. മുഗൾ കാലഘട്ടങ്ങളിൽ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പു കൽപ്പിച്ചിരുന്ന മതപണ്ഡിതന്മാർ അറിയപ്പെട്ടിരുന്നത് എന്ത്? ഖാസിമാർ. മുഗൾ കാലഘട്ടങ്ങളിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ആര്? മാസ്റ്റർ റാൾഫ് ഫിച്ച്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന കയറ്റുമതി ഇനങ്ങൾ എന്തെല്ലാമായിരുന്നു? തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി. മഹാഭാരതം രസ്നാമ എന്ന പേരിൽ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതാര്? താരാ ഷുക്കോ. അക്ബറുടെ കാലത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന കൃതി ഏത്? ഐൻ ഇ അക്ബറി. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാണ്? അക്ബറാണ് അല്ലേ. അക്ബറുടെ ഭരണ സംവിധാനത്തിൻ്റെ ഉരുക്കു ചട്ടക്കൂട് എന്ന് വിശേഷിക്കപ്പെട്ടത് മാൻസബ്ദാരി സമ്പ്രദായം. ചുവന്ന മണൽക്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി. അക്ബർ ചക്രവർത്തിയായി അധികാരത്തിലെത്തിയത് എത്രാമത്തെ വയസ്സിൽ? 19ാമത്തെ. ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം ഏത്? ബുലന്ദ് ദർവാസ. ബാദ്ഷാ ഇ ഹിന്ദ്, ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനം സ്വീകരിച്ച മുഗൾ ഭരണാധികാരി? അക്ബർ. ആലംഗീർ എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി ആര്? ഔറംഗസീബ്. മുഗൾ ചക്രവർത്തിമാരിൽ 6 ശക്തരായ ഭരണാധികാരികളാണ് ഉണ്ടായിരുന്നത്. അതിൽ അവസാനത്തേത് 6ാമത്തേത് ഔറംഗസീബാണ്. എന്നാൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ബഹദൂർ ഷാ സെക്കൻഡാണ്. ഔറംഗസീബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കറാച്ചി. അക്ബർ ജനിച്ചത് 1542, അന്തരിച്ചത് 1605. താജ്മഹലിൻ്റെ ശില്പി ആര്? ഉസ്താദ് ഈസ. 500 രൂപയുടെ കറൻസി നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രമേത്? ചെങ്കോട്ട. 200 രൂപയിൽ സാഞ്ചി സ്തൂപം, മധ്യപ്രദേശിലാണ്. 100 രൂപയിൽ റാണി കി വാവ്, ഗുജറാത്ത്. 50 രൂപയിൽ ഹംപിയിലെ രഥശില്പം, കർണാടക. 20 രൂപയിൽ അജന്ത എല്ലോറ ഗുഹകൾ, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ്. 1983 ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 രൂപയിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രം, ഒറീസയിലാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന ഹംപി ഏത് സംസ്ഥാനത്താണ്? കർണാടക. തുളുവ വംശം സ്ഥാപിച്ചത് ആരായിരുന്നു? വീര നരസിംഹൻ. ഹംപി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ? കേണൽ മെക്കൻസി. അഷ്ടദിഗജങ്ങൾ എന്ന പ്രഖ്യാത കവികൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത്? കൃഷ്ണദേവരായർ. വിജയനഗരത്തിലെ രാജവംശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് സംഗമ രാജവംശം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം? ഹംപി. കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? തുളുവ വംശം. വിജയനഗര സാമ്രാജ്യത്തിൽ വിദേശ വ്യാപാരം നടത്തിയിരുന്നത് ഏതെല്ലാം രാജ്യങ്ങളുമായാണ്? പോർച്ചുഗീസ്, അറേബ്യ, ശ്രീലങ്ക, ചൈന.
ഹംപി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തുംഗഭദ്ര. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആര്? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ആര്? ബാർബോസ. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂട്ടിച്ചേർത്ത് രൂപം കൊണ്ട പുതിയ ഭാഷ? ഉറുദു. ഹംപിയിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വർഷം ഏത്? 1800. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രധാന വാദ്യോപകരണം ഏത്? വീണ. മധുര മീനാക്ഷി ക്ഷേത്രം പണി കഴിപ്പിച്ച വിജയനഗര ഭരണാധികാരി ആര്? തിരുമല നായക്. അവശിഷ്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഹംപി. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും തുടർന്നുള്ള വീഡിയോകൾ നൽകുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.